ഈ മാച്ച് പെർഫ്യൂംസ് സൗദിയിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷെ എല്ലാവർക്കും എല്ലാം ഒരുപോലെ വർക്ക് ആവാൻ സാധ്യതയില്ലല്ലോ. ഞാൻ അവരുടെ ഡിസ്കവറി സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 ബിലോ ആവറേജും 3 എബോ ആവറേജും ആ രീതിയിലാണ് എനിക്ക് തോന്നിയത്. സോ നമുക്കൊന്ന് റാങ്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ മാച്ച് സോ, അതായത് സവാജ് ദിവാന്റെ ഓൾട്ടർനേറ്റീവ് ആണ്. ഇതിന് മാർക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതെനിക്ക് ഫീൽ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായില്ല. അത്രക്ക് മോശം പെർഫോമൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് ഇതിന് മാർക്ക് ഇടുന്നില്ല. രണ്ടാമത്തത് ഓപ്പിയം. ഇത് ബ്ലാക്ക് ഓപ്പിയത്തിൻ്റെ ഓൾട്ടർനേറ്റീവ് ആണ്. ഇത് ഒരു 5 ഔട്ട് ഓഫ് 10 ആണ്. ഇതൊരു ആവറേജ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ 5 ഔട്ട് ഓഫ് 10. മൂന്നാമത്തത് മാച്ച് ഹോമി. ഇത് ഡിയോർ ഹോമിൻ്റെ ഓൾട്ടർനേറ്റീവ് ആണ്. ഇതും 5 ഔട്ട് ഓഫ് 10 ആണ്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് പോലും ഇതിന് പെർഫോമൻസ് പക്ഷേ ഒരു ആവറേജ് പെർഫോമൻസ് കിട്ടുന്നുള്ളൂ. സോ ഇതിനും നമുക്കൊരു 5 അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു 3 അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പെർഫോമൻസ് കിട്ടിയത്. അതിൽ ഇച്ചൊരു അത്യാവശ്യം ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ 1 മില്യൻ്റെ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇതിന് 7 ഔട്ട് ഓഫ് 10. പിന്നെ ഈ ഒരു 2 അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടിയത്. മാച്ച് ലിനയും മാച്ച് കൊക്കോയും. ഇത് കൊക്കോ ഡി ഷനലിൻ്റെയും പിന്നെ അതുപോലെ തന്നെ പെർഫ്യൂംസ് ഡി മാർലി ലിനയുടെയും ഓൾട്ടർനേറ്റീവ് ആണ്. ഇത് രണ്ടും നല്ല ലൈറ്റ് പെർഫ്യൂംസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ലാസ്റ്റിംഗ് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടിയത് ഈ 2 ഒരു 8 ഔട്ട് ഓഫ് 10. അത്രയും മാർക്ക് കൊടുക്കാൻ പറ്റിയൊരു 2 ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബിലോ ആവറേജ് എന്ന് പറയാം. സോ നമ്മൾ ഒരിക്കലും ബ്ലൈൻഡ് ബൈ ആയിട്ട് ഈ പെർഫ്യൂംസ് ഒന്നും വാങ്ങരുത്. ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം മാത്രം വാങ്ങിക്കുക. പിന്നെ ഇവരുടെ വേറെയും ഡിസ്കവറി സെറ്റ് ഉണ്ട്. വിൻ്റർ സെറ്റൊക്കെ ഉണ്ട്. ഒരു വിൻ്റർ സെറ്റ് എന്ന് പറയുമ്പോൾ നോർമലി കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. അറിയില്ല. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കുക. ഓക്കെ, ഇൻഷാല്ലാ.